കാർഷിക വാർത്തകൾ. താപനില ഉയരുന്നത് ഏലത്തിന് ഭീഷണിയാകുന്നു. വിദേശ ആഭ്യന്തര വിപണികളിൽ നിന്നും ഏലത്തിന് ഡിമാൻഡുണ്ട്. കുരുമുളകിന് വില ഉയർന്നു. റബ്ബറിനും നാളികേര ഉൽപ്പന്നങ്ങൾക്കും വിലയിടിവ് നേരിട്ടു. ഏലം ഉൽപാദന മേഖലകളിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. മഴയുടെ അഭാവത്തിൽ ഏലത്തോട്ടങ്ങൾ വരൾച്ചാപ്പേടിയിലാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആകെ 14,065 കിലോ ഏലക്കയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നത്. ഇതിൽ 13,431 കിലോയും ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾ കിലോ 3,003 രൂപയായും വലിപ്പം കൂടിയ ഇനം 3,449 രൂപയിലുമാണ്. ഏഷ്യൻ റബ്ബർ വിപണികളിൽ ഉൽപ്പന്നത്തിന് തളർച്ച. ചൈനീസ് വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് വരുന്ന 3 ആഴ്ചകളിൽ കുറയാനുള്ള സാധ്യതകൾ മുൻനിർത്തി ഷീറ്റ് വിറ്റുമാറാൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ മത്സരിച്ചു. ചൈനീസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ഒരുങ്ങുന്നതിനാൽ വാങ്ങലുകാർ രംഗത്തു നിന്നും പിൻവലിയും. തായ്ലാന്റും ഇന്തോനേഷ്യയും മലേഷ്യയും വിൽപ്പനക്കാരാണ്. ബാങ്കോക്കിൽ റബ്ബർ 21,018 രൂപയിൽ നിന്നും 20,769 രൂപയായി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 19,000 രൂപയിൽ സ്റ്റഡിയാണ്. രാജ്യാന്തര വിപണിയിൽ കുരുമുളക് വില ഉയർന്നതിന്റെ ചുവടുപിടിച്ച് കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 100 രൂപ വർദ്ധിച്ച് 64,100 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രസീലിയൻ കയറ്റുമതിക്കാർ കുരുമുളക് വില ഉയർത്തി. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ചുരുങ്ങിയത് മുൻനിർത്തി വിയറ്റ്നാമും ഇന്തോനേഷ്യയും നിരക്ക് കൂട്ടിയിരുന്നു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും കുറഞ്ഞു. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് 15,000 രൂപയിലെ താങ്ങ് നഷ്ടപ്പെട്ടത് ഉൽപാദകരിൽ ആശങ്ക ഉളവാക്കുന്നു. അതേസമയം വിലയിടിഞ്ഞിട്ടും മില്ലുകാർ ചരക്ക് സംഭരണ രംഗത്ത് സജീവമല്ല. കൊച്ചിയിൽ തുടർച്ചയായ 2ാം ദിവസവും വെളിച്ചെണ്ണ കൊപ്ര വിലകൾ കിൻഡലിന് 100 രൂപ വീതം താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റിൽ കാർഷിക വിപുലീകരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വിഹിതം അനുവദിക്കണമെന്ന ആവശ്യവുമായി ഗവേഷണ വികസന സ്ഥാപനമായ ക്രോപ്പ് ലൈവ് ഇന്ത്യ. കാർഷിക രാസവസ്തുക്കളുടെ GST 12% കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ബജറ്റിൽ വിള സംരക്ഷണവും കാർഷിക മേഖലയിലെ നികുതി ഇളവുകളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവേഷണ വികസന വിഭാഗമായ ക്രോപ്പ് ലൈഫ് ഇന്ത്യ. അസംസ്കൃത വസ്തുക്കൾക്കും ഫോർമുലേഷനുകൾക്കും 10% കസ്റ്റംസ് തീരുവ നിലനിർത്തണമെന്നും സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. GST 18% നിന്ന് 12% കുറയ്ക്കുക, 200% ഗവേഷണ വികസന ചെലവ് കിഴിവ് നൽകുക, കുറഞ്ഞത് 50 കോടി രൂപ സ്ഥിര ആസ്തിയും 10 കോടി രൂപ വാർഷിക ഗവേഷണ വികസന ചെലവുമുള്ള യൂണിറ്റുകൾക്ക് ഗവേഷണ വികസന ആനുകൂല്യങ്ങൾ വ്യാപിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ കസ്റ്റംസ് തീരുവ 30% ഉയർത്തുന്നത് ചെറുകിട കർഷകർക്ക് വിള സംരക്ഷണ ഉൽപ്പന്നങ്ങൾ താങ്ങാനാവുന്ന വിലയ്ക്ക് നൽകില്ലെന്നും കീടപ്രതിരോധവും കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികളും നേരിടുന്നതിന് പുതിയതും പരിസ്ഥിതി സൗഹൃദവുമായ ഫോർമുലേഷനുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്നും വ്യവസായ സംഘടന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വിലക്കുതിപ്പിന്റെ ഉന്മേഷം വീണ്ടെടുത്ത് കാപ്പി. പ്രധാന ഉൽപാദന രാജ്യങ്ങളിലെ കൃഷിനാശമാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. ബ്രസീലിലെ കാപ്പിക്കുരു കർഷകർ കടുത്ത പ്രതിസന്ധിയിലായതോടെയാണ് ആഗോളതലത്തിൽ കാപ്പി വിലയിൽ വർധനവുണ്ടായത്. കടുത്ത വരൾച്ചയും വേനലും മൂലമുണ്ടായ കൃഷിനാശമാണ് കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ കാപ്പി വിലയിൽ വർധനവാണ്. കൽപ്പറ്റയിൽ കാപ്പിക്കുരു വില 900 രൂപ വർദ്ധിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദക രാജ്യമായ ബ്രസീലിലെ ഈ കൃഷിനാശം ആഗോള കാപ്പി വിലയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ടോക്കിയോ, പാരീസ്, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിലെ പ്രധാന കോഫി ഡ്രിങ്കുകളിലും വിലവർധന രേഖപ്പെടുത്തി തുടങ്ങി. ഉടനെയൊന്നും ഉൽപാദനം പഴയ നിലയിലെത്തില്ലെന്നാണ് ആഗോള വിപണികളിൽ നിന്നുള്ള സൂചന. ഇത് ആഗോള ബ്രാൻഡുകൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള കാപ്പി ഉൽപാദക രാജ്യങ്ങളിലെ കർഷകർക്കും നിലവിലെ സാഹചര്യം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇഞ്ചി വിലയിൽ വൻ ഇടിവ്. കഴിഞ്ഞ 2 സീസണിലും നല്ല വില ലഭിച്ചിരുന്ന ഇഞ്ചിക്ക് ഇപ്പോൾ 60 കിലോഗ്രാം ചാക്കിന് 1,400 രൂപ മാത്രമാണ് വില. ഇഞ്ചി വിലയിലുണ്ടായ വൻ വർധനവ് മൂലം കർഷകർ പ്രതിസന്ധിയിൽ. കർണാടകയിലടക്കം ഇഞ്ചി ഉൽപാദനം കൂടിയതാണ് വിളവെടുപ്പ് കാലത്ത് വില കൂപ്പുകുത്താൻ കാരണം. കേരളത്തിൽ ഭൂമി ലഭിക്കാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഇഞ്ചി കൃഷി ചെയ്യുന്ന ആയിരക്കണക്കിന് കർഷകരുണ്ട്. ഭൂമിയുടെ പാട്ടം, പണിക്കൂലി, വളം, ജലസേചനത്തിനുള്ള ചെലവ് എന്നിവയെല്ലാം കണക്കാക്കിയാൽ ചാക്കിന് 3,000 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. 1.5 വർഷം മുൻപ് ഇഞ്ചി വില 13,000 രൂപ വരെ എത്തി റെക്കോർഡിട്ട സ്ഥാനത്ത് നിന്നാണ് ഇപ്പോഴത്തെ തുടർച്ചയായ തകർച്ച. കഴിഞ്ഞ ജനുവരിയിൽ 60 കിലോയുടെ ചാക്കിന് 6,000 രൂപയാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെലങ്കാനയിൽ സുഗന്ധവ്യഞ്ജന ഉൽപ്പാദനത്തിനായി സുഹാന മസാലയും ഇക്കോ ഫാക്ടറി ഫൗണ്ടേഷനും ചേർന്ന മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിലാണ് തെലങ്കാന സർക്കാരും സുഹാന മസാലയും പ്രഖ്യാപനം നടത്തിയത്.
ആഗോള നിലവാരം പുലർത്തുന്ന കാർഷികോൽപ്പന്നങ്ങൾക്കായി കർഷകരെ പരിശീലിപ്പിക്കുകയും കഴിവുകളും വിഭവങ്ങളും നൽകുകയും ചെയ്തുകൊണ്ട് ആധുനിക സുഗന്ധവ്യഞ്ജന കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് മികവിന്റെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തോടനുബന്ധിച്ച് സുഹാസ ഡയറക്ടർ ആനന്ദ് ചോഡയെയും തെലങ്കാന IT വ്യവസായ മന്ത്രി D. ശ്രീധർ ബാബുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. അടുത്ത 3 വർഷത്തിനുള്ളിൽ 25,000 മുതൽ 30,000 കർഷകരെ പരിശീലിപ്പിക്കും. പരിശീലനം ലഭിച്ച കർഷകർ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. കൂടാതെ വിപണി ലഭ്യതയും വരുമാന ഉൽപാദനവും മെച്ചപ്പെടുത്തും. തെലങ്കാനയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളും ഈ സംരംഭത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുമെന്നും വ്യവസായ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 191, RSS 5 187, ലാറ്റക്സ് 138, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 245, കൊക്കോ പരിപ്പ് 640, കുരുമുളക് ഗാർബിൾ 66,100, കുരുമുളക് അൺഗാർബിൾ 64,100, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,300, ചുക്ക് 32,500.